നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ കോഴിക്കോട്ടും പ്രതിഷേധമിരമ്പി. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദം അനാവശ്യമെന്ന് SYS സംസ്ഥാന നേതൃത്വം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ ചുമതലയാണെന്നും മുൻ MP സെബാസ്റ്റ്യൻ പോൾ. വിജയിച്ച കോഴിക്കോടിനെ അപ്പീലിലൂടെ പിന്നിലാക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി കോഴിക്കോട് ജില്ലാ ടീം. കോഴിക്കോട് നഗരത്തിന്റെ വികസനം ചർച്ച ചെയ്ത് കോർപ്പറേഷൻ വാർഷിക വികസന സെമിനാർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ കോഴിക്കോട്ടും പ്രതിഷേധമിരമ്പി. DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സംഘർഷാവസ്ഥയിലെത്തി. റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. NSU ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് R ഷഹീൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ബബിൻ രാജ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദം അനാവശ്യമാണെന്ന് SYS സംസ്ഥാന നേതൃത്വം. പ്രതിഷ്ഠാ ചടങ്ങിൽ ആരെല്ലാം പങ്കെടുക്കണമെന്ന വിവാദമാക്കേണ്ട കാര്യമില്ല. ക്ഷണം ലഭിച്ചവർ അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ എന്നും നേതാക്കൾ കോഴിക്കോട്ട് പറഞ്ഞു. പ്ലാറ്റിനം ഇയർ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണല്ലോ. ക്ഷണം കിട്ടിയാൽ പങ്കെടുക്കണോ പങ്കെടുക്കണ്ടേ എന്നുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നിലപാട്. നാട്ടിൽ എല്ലാ നിലക്കുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളുടെ സംഘടന എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം വിവാദങ്ങൾ വേണ്ട എന്നുള്ളതാണ്. SYS 2024 പ്ലാറ്റിനം ഇയറായി ആചരിക്കും. പ്രഖ്യാപനം ജനുവരി 13 കൊല്ലത്ത് നടക്കും. ആശ്രമം മൈതാനത്തിന് സമീപം യൂനുസ് കുഞ്ഞ് കൺവെൻഷൻ സെന്ററിലാണ് പ്രഖ്യാപന സമ്മേളനം നടക്കുക. ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1700 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്ലാറ്റിനം ഇയർ പ്രഖ്യാപന സമ്മേളനം രാവിലെ 9 ആരംഭിച്ച് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപനം നടത്തുമെന്നും ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സ്വാദിഖ് സഖാഫി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഔദാര്യമല്ലെന്നും അത് ഭരണഘടനാപരമായ ചുമതലയാണെന്നും മുൻ MP സെബാസ്റ്റ്യൻ പോൾ. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേളുയേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സർവകലാശാലകളുടെ കാവ്യവൽക്കരണവും ഗവർണറുടെ ഇടപെടലുകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MP സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ പദവി ആവശ്യമുണ്ടോ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചിരുന്നുവെന്നും അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ കേരളത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പുവയ്ക്കുകയാണ് വേണ്ടതെന്നും അത് അദ്ദേഹത്തിന്റെ ജോലിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടതുപോലെ ഭരണഘടന വായിച്ചിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഗവർണർ എന്ന പദവി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നു. അതിനോട് മറ്റു പലരും യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങളെ മുൻനിർത്തി ഗവർണർ എന്ന പദവിയെ അംബേദ്കർ ന്യായീകരിക്കാനുണ്ടായത്. പക്ഷെ അദ്ദേഹം അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഗവർണർ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഏജൻ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല. ഇതാണ് അംബേദ്കർ നൽകിയ ഒരു ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആ കാലം മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഉരസലും ഏറ്റുമുട്ടലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സെമിനാറിൽ ഡോക്ടർ കെ ഗോപാലൻകുട്ടി മോഡറേറ്ററായിരുന്നു. ഡോക്ടർ KN ഗണേഷ്, കേളുയേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ KM അനിൽ, ഡോക്ടർ J പ്രസാദ്, ഡോക്ടർ ഫാത്തിമത്ത് സുഹറ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച കോഴിക്കോടിനെ അപ്പീലിലൂടെ പിന്നിലാക്കിയെന്ന ആരോപണവുമായി കോഴിക്കോട് ജില്ലാ ടീം. ഇതേ തുടർന്ന് സമ്മാനദാന ചടങ്ങിൽ നിന്നും വിദ്യാർത്ഥികൾ വിട്ടുനിന്നു. കലോത്സവത്തിന്റെ അവസാന ദിവസം ഉച്ചവരെ അപ്പീലുകൾ പരിഗണിക്കാതിരിക്കുകയും അവസാന നിമിഷം കണ്ണൂരിന് അനുകൂലമായി അപ്പീലുകൾ അംഗീകരിച്ച് നൽകി വിജയിപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ആരോപിച്ചത്. അധ്യാപകരാണ് സമാപന സമ്മേളന വേദിയിൽ കയറി ട്രോഫി വാങ്ങിയത്. കോഴിക്കോട് ജില്ല 20 അപ്പീൽ കൊടുത്തെങ്കിലും ഒരു അപ്പീൽ മാത്രം അംഗീകരിച്ച് ഗ്രേഡ് നൽകുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കലോത്സവത്തിന്റെ അവസാന ദിവസം പുലർച്ചെ വന്ന ഒരു മത്സരഫലത്തിൽ ഗ്രേഡിലേറെ പിന്നിലായിരുന്ന കണ്ണൂരിന് ഉച്ചയ്ക്ക് ശേഷം അപ്പീലിലൂടെ A ഗ്രേഡ് നൽകിയെന്നും ഇതോടെയാണ് മുന്നിലെത്തിയതെന്നുമാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളുണ്ട്. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് നഗരത്തിന്റെ വികസനം ചർച്ച ചെയ്ത് കോർപ്പറേഷൻ 2024-25 വാർഷിക പദ്ധതി വികസന സെമിനാർ. മന്ത്രി PA മുഹമ്മദ് റിയാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കനാൽ സിറ്റി പദ്ധതി നടപ്പാക്കാനായി 1118 കോടി രൂപ LDF സർക്കാർ അനുവദിച്ചെന്നും നഗരത്തെ ദീർഘകാലമായി ബാധിച്ചിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്നും ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ചില പൈതൃക കെട്ടിടങ്ങൾ ദീപാലങ്കൃതമാക്കി മാറ്റാൻ തീരുമാനിച്ചെന്നും വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാനാകുമ്പോഴാണ് അത് ഫലപ്രദമായി മാറും. അധികാര വികേന്ദ്രീകരണം സാധ്യമായ ശേഷം കേരളം കൈവരിക്കുന്ന നേട്ടങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 1996
സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ജനകീയാസൂത്രണം, ലോകത്തിന് മാതൃകയായ ജനകീയാസൂത്രണം കൊണ്ടുവന്നത്. ഉയർന്ന മാനവിക സാമൂഹിക നേട്ടങ്ങളിലേക്ക് കേരളത്തെ എത്തിച്ചത് അധികാര വികേന്ദ്രണം കൂടി സാധ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കൊക്കെ അറിയാവുന്നത്. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P ദിവാകരൻ, S ജയശ്രീ, PC രാജൻ, കൃഷ്ണകുമാരി, PK നാസർ, C രേഖ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുഹമ്മദ് അഷ്റഫ്, കൗൺസിലർമാർ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോക്കോ ചലച്ചിത്രമേളയുടെ 3-ാം ദിവസം നടന്ന ഓപ്പൺ ഫോറം പാട്ടോർമ്മകൾ കൊണ്ട് നിറഞ്ഞു. MS ബാബുരാജും കോഴിക്കോട് അബ്ദുൾ ഖാദറും അനശ്വരമാക്കിയ ഗാനങ്ങളും അവയെക്കുറിച്ചുള്ള ഓർമ്മകളും ഓപ്പൺ ഫോറത്തിൽ പങ്കുവച്ചു. പ്രാണസഖിയും താമസമെന്തേ വരുവാനും താനെ തിരിഞ്ഞും മറിഞ്ഞും പോലുള്ള അനശ്വര ഗാനങ്ങൾ രചിച്ച MS ബാബുരാജ് എന്ന ബാബുക്കയും എങ്ങനെ നീ മറക്കും കുയിലെ പാടിയ മലബാറിന്റെ സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൾ ഖാദറും ഇരുവരും ജന്മം നൽകിയ അനേകം പാട്ടുകളും പാട്ടോർമ്മകളും നിറഞ്ഞു നിന്ന വേദിയായിരുന്നു കോക്കോ ചലച്ചിത്രമേളയുടെ 3-ാം ദിവസം നടന്ന ഓപ്പൺ ഫോറം. കോഴിക്കോടിൻ്റെ പാട്ടോർമ്മകൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഗായകരായ സിബില സദാനന്ദൻ, ആതിര K കൃഷ്ണൻ, സുനിൽകുമാർ PK എന്നിവർ നഗരത്തിൻ്റെ കനപ്പെട്ട പാട്ടുപാരമ്പര്യം ഓർത്തെടുത്തതിനോടൊപ്പം പാടുകയും ചെയ്തു. കോഴിക്കോട്ടെ പഴയ സംഗീത ക്ലബ്ബായ ബ്രദേഴ്സ് ക്ലബിനെ കുറിച്ചുള്ള ഓർമ്മകൾ വൈകാരികതയോടെ സിബില സദാനന്ദൻ വിവരിച്ചു. അച്ഛനിൽ നിന്നും കിട്ടിയ പാട്ട് കോഴിക്കോടൻ സംഗീത പാരമ്പര്യവുമായി ഇഴചേർന്നിരുന്നതിനെ കുറിച്ചാണ് ആതിര സംസാരിച്ചത്. സുനിൽകുമാർ ബാബുരാജിന്റെയും അബ്ദുൾ ഖാദറുടെയും ഗാനങ്ങൾ ആലപിച്ചു. മൺമറഞ്ഞ സംഗീത പ്രതിഭകളായ രഘുകുമാരൻ, AT ഉമ്മർ, രാഘവൻ മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി എന്നിവരെക്കുറിച്ച് ഇമ്പമാർന്ന ഓർമ്മകളും ഒഴുകിയെത്തി. നദീം നൌഷാദായിരുന്നു മോഡറേറ്റർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. ചീരയാണ് വിളവെടുത്തത്. നെടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ കാനനച്ചോല ഇക്കോ ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും നേതൃത്വത്തിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. 50-ാം ഡിവിഷൻ കൗൺസിലറും കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവധി ദിവസങ്ങൾ എനിക്കിവിടെ വരേണ്ടതുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ, ഈ ചെടിയുടെ കൂടെ നിങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ HM. ഞാനൊരു തവണ അതെടുത്ത് സ്റ്റാറ്റസിലിട്ടിരുന്നു. കാരണം അത്രയും ഈ ഒരു പ്രതിബദ്ധത, ഈ സ്കൂളിനോടുള്ള ഒരു പ്രതിബദ്ധത ഉള്ള ഒരു പ്രധാന അധ്യാപകൻ, അദ്ദേഹത്തിന് കൂടെ ചേർന്ന് നിൽക്കുന്ന അധ്യാപകര്, അതിന്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ, അതുപോലെയുള്ള രക്ഷാകർതൃ സമിതി, ഇതെല്ലാം ചേർന്നപ്പോഴാണ് നമ്മുടെ ഈ സ്കൂള് വളരെ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. PTA പ്രസിഡന്റ് രാജേഷ് P അധ്യക്ഷനായിരുന്നു. 900ഓളം കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ ചീര വിളവെടുത്തു. ഹെഡ്മാസ്റ്റർ മനോജ് കുമാർ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ശ്രീബ, സീനിയർ അസിസ്റ്റന്റ് ശ്രീജ, പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ V ദേവ്ന, T അദിയ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഓൾ ഇന്ത്യ ഹിഫ്ളുൽ ഖുർആൻ മത്സര ഗ്രാൻഡ് ഫിനാലെ ജനുവരി 11 ഫ്രാൻസിസ് റോഡ് ന്യൂകാസിൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. മത്സര പരിപാടികൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഹിഫ്ളുൽ ഹിന്ദ് അവാർഡ് ദാനവും ചടങ്ങിൽ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ഖുർആൻ സ്ഥാപനമായ ഖുർആൻ പഠന കേന്ദ്രമായ അൽ മർക്കസുൽ ഫാറൂഖി ഇടിയാങ്ങല. ഈ വർഷം ദുബായ് ഇന്റർനാഷണൽ മത്സരത്തിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധിയെ അഖിലേന്ത്യാ മത്സരം നടത്തി അതിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. 22 സ്റ്റേറ്റുകളിൽ 115ഓളം മത്സരാർത്ഥികളിൽ നിന്നും 6 പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരിൽ നിന്ന് ഫൈനൽ മത്സരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഹാഫിദുൽ ഹിന്ദ് എന്ന അവാർഡ് നൽകപ്പെടുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ വർഷത്തെ മാർച്ച് മാസത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. പ്രമുഖ ഖുർആൻ പഠന കേന്ദ്രമായ അൽ മർക്കസുൽ ഫാറൂഖിയുടെ കീഴിലാണ് ഓൾ ഇന്ത്യ ഹിഫ്ളുൽ ഖുർആൻ മത്സരം നടക്കുന്നത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ നിന്നും ഖുർആൻ ഹിഫ്ള് രംഗത്ത് സംസ്ഥാന തലങ്ങളിൽ കഴിവ് തെളിയിച്ച 100-ൽ പരം മത്സരാർത്ഥികളിൽ നിന്നും ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 ഹാഫിളുകളുടെ ഗ്രാൻഡ് ഫിനാലെയാണ് നടക്കുന്നത്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഈ വർഷത്തെ ഹാഫിളുൽ ഹിന്ദ് അവാർഡ് നൽകും. 2024 മാർച്ചിൽ ദുബായിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഹോളി ഖുർആൻ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. മത്സര പരിപാടികൾ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സയ്യിദ് അലി ബാഫക്കി തങ്ങളടക്കം വളരെ പ്രമുഖരായ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലക്ഷ്യബോധമുള്ള യുവജനങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ യുവജന ദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി. ജനുവരി 12 മുതൽ ഫെബ്രുവരി 3 വരെയാണ് അവേക്ക് 2024 എന്ന പേരിൽ പരിപാടി നടത്തുക. 12-ന് ആഘോഷങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ആരംഭിക്കും. യുവജനങ്ങളെയും യുവജന സംഘടനകളെയും അതുപോലെ തന്നെ നെഹ്റു യുവ കേന്ദ്ര, ബാക്കിയുള്ള ക്ലബ്ബുകൾ മുതലായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ദേശീയ യുവജന ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 12 മുതൽ ഫെബ്രുവരി 3 വരെ നീളുന്ന മത്സര പരിപാടികളും അതുപോലെ തന്നെ 1500ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യൂത്ത് കോൺക്ലേവ്, ഇതാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജനുവരി 12-ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ വിദ്യാർത്ഥി യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന റൺ ഫോർ നേഷൻ കൂട്ടയോട്ടത്തോടെ നാഷണൽ യൂത്ത് ഡേ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വോളിബോൾ താരവും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്ന വിപിൻ M. ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയങ്ങൾ, യുവജന ക്ലബ്ബുകൾ, സ്പോർട്സ് അക്കാദമികൾ എന്നിവർ പങ്കെടുക്കും. ഫെബ്രുവരി 3-ന് പരിപാടിയുടെ സമാപന ചടങ്ങ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്ന പേരിൽ യുവജന സംഗമവും സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും P. റിനോയ് പയ്യാനക്കൽ, ശ്യാംകുമാർ AA, CA കിരൺകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഷോപ്പ് നരുക്കിനി പടനിലം റോഡിൽ പ്രവർത്തനം തുടങ്ങി. സഹീദ് CKK തങ്ങൾ മുഷൈഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യായവില മരുന്ന് വിതരണ ശൃംഖലയായ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം
നരുക്കിനി പടനിലം റോഡിൽ സയ്യിദ് സഹീദ് CKK തങ്ങൾ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം ആദ്യ വിൽപ്പന നടത്തി. മുഹമ്മദ് മുസ്ലിയാർ, CN മുഹമ്മദ്, സഹകാർ കോർഡിനേറ്റർ PT ശിഹാബ് അടിവാരം എന്നിവരും മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽ എന്ന ഷോപ്പുകൾ ആരംഭിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് എല്ലാ ബ്രാൻഡഡ് ജനറിക് മെഡിസിനും വിലക്കുറവിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സഹകാർ മെഡിക്കൽസ് പ്രധാനമായിട്ടും മുമ്പോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏതാണ്ട് 150ഓളം പഞ്ചായത്തുകളിൽ സഹകാർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1000ഓളം പഞ്ചായത്തിൽ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു. ഓരോ പഞ്ചായത്തുകളിലും മെഡിക്കൽ ഷോപ്പ് ആരംഭിക്കാനുള്ള പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന NFDC ഇന്ത്യ എന്ന് പറയുന്ന സഹകരണ സ്ഥാപനമാണ് എംപവർ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. സ്കൈഡേയ്സ് എക്സ്പോ 2024 സമാപിച്ചു. ഗോഡ്സ് ഓൺ കേരള വിത്ത് സ്കൈഡേയ്സ് ലോഗോ പ്രകാശനം ചെയ്തു. ടൂറിസം മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച എക്സ്പോയിൽ പ്രമുഖ വ്യക്തികളായ RS പണിക്കർ, മലേഷ്യൻ ടൂറിസം ഡയറക്ടർ ഫോർ സൗത്ത് ഇന്ത്യ റസൈഡി റഹീം എന്നിവർ സന്നിഹിതരായി. ഗോഡ്സ് ഓൺ കേരള വിത്ത് സ്കൈഡേയ്സ് എന്ന പദ്ധതിയുടെ ലോഗോ മന്ത്രി പ്രകാശനം ചെയ്തു. 2023 വർഷത്തിൽ കേരള ആഭ്യന്തര ടൂറിസത്തിൽ വന്ന നേട്ടങ്ങളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. ലോകത്തിലെ തീർച്ചയായും കണ്ടിരിക്കേണ്ട 53 സ്ഥലങ്ങളിൽ 10ാം സ്ഥാനത്ത് കേരളം ഇടം പിടിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ ലോകത്താകെ കേരളത്തിന്റെ ടൂറിസത്തെ പരിചയപ്പെടുത്താനും കേരളത്തെ ലോകത്താകെ അവതരിപ്പിക്കാനും സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു ചുവടുവെപ്പിന് തയ്യാറായിട്ടുള്ളത്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് വേണ്ടി നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും കേൾക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുകയാണ്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. വിവിധ രാജ്യാന്തര ടൂർ പാക്കേജുകളും ആഭ്യന്തര ടൂർ പാക്കേജുകളും അവതരിപ്പിക്കപ്പെട്ട എക്സ്പോയിൽ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും സംവിധാനങ്ങൾ ഒരുക്കി. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്കാവശ്യമായ വിസകൾ അപേക്ഷിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ഗ്ലോബൽ വിസ വിഭാഗം വേറിട്ട അനുഭവമായി. സ്കൈഡേയ്സ് വൈസ് പ്രസിഡന്റ് അജയ്, ഡയറക്ടർ നൌഫൽ KP തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ കോഴിക്കോട്ടും പ്രതിഷേധമിരമ്പി. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദം അനാവശ്യമെന്ന് SYS സംസ്ഥാന നേതൃത്വം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ ചുമതലയാണെന്നും മുൻ MP സെബാസ്റ്റ്യൻ പോൾ. വിജയിച്ച കോഴിക്കോടിനെ അപ്പീലിലൂടെ പിന്നിലാക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി കോഴിക്കോട് ജില്ലാ ടീം. കോഴിക്കോട് നഗരത്തിന്റെ വികസനം ചർച്ച ചെയ്ത് കോർപ്പറേഷൻ വാർഷിക വികസന സെമിനാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.